Good morning. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് വരെ ഇംഗ്ലീഷിലെ പോയമാണ് ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ്. ആ പോയം നമ്മൾ നോക്കിയതാണ്. ആ പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ പൊയറ്റിക് അപ്രീസിയേഷൻ ആക്ടിവിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പോയം എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ടുണ്ട് എന്നെങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യാനായിട്ട് നിങ്ങൾ തുടങ്ങാവൂ. അഥവാ പോയം നിങ്ങൾ വായിച്ച് മറന്നുപോയി എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി പോയം ഒന്ന് കയറി കാണുക. അതിനുശേഷം പോയം നന്നായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. സ്വന്തമായിട്ട് ഉത്തരമൊന്ന് എഴുതാൻ ശ്രമിക്കുക. എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതുക. അതിനുശേഷം പറയുന്ന ആൻസേഴ്സുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക. ഒരു ക്വസ്റ്റ്യന് പോലും ഉത്തരം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 3-4 പ്രാവശ്യം ഒന്ന് വായിച്ച് നോക്കുക. എന്തായാലും നമ്മൾ ട്രൈ ചെയ്യണം. കാര്യം നമ്മൾ 10ാം ക്ലാസ്സിലല്ലേ. അപ്പോൾ അത് കുറച്ച് നമ്മൾ സ്വന്തമായിട്ട് എഴുതാൻ കൂടി പരിശീലിക്കണം കേട്ടോ. അപ്പോൾ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഒന്ന് എഴുതാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ടെക്സ്റ്റ്വൽ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ ഐ സാറ്റ് റിക്ലൈൻഡ് ഇൻഡിക്കേറ്റ് അബൌട്ട് ദ പോയറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? എന്താണ് പോയം നന്നായിട്ട് ഓർമ്മയില്ലേ? എന്താ അധികം ആദ്യമേ പറയുന്നില്ലേ, ഞാൻ ഇവിടെ വൃക്ഷച്ചോട്ടിൽ ഇങ്ങനെ ചിന്താമഗ്നായി ഇരുന്നു എന്നൊക്കെ പറയുന്നില്ലേ? എന്ത് തരം ചിന്തയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായത്? അതാണ് നിങ്ങളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ എങ്ങനെയാണ്? ദ പോയറ്റ് എക്സ്പീരിയൻസസ് എ പീസ് ഓഫ് മൈൻഡ് ആൻഡ് പ്ലഷർ വെൻ സിറ്റിംഗ് ദേർ. അവിടെ ഇരിക്കുമ്പോൾ മനസ്സിൽ എന്തുണ്ട്? അല്ലെങ്കിലും വേർഡ്സ്വർത്തിന്റെ ഒരു കവിത എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്, പ്രകൃതിയുമായി ഇണങ്ങി ചേർന്ന കവിതകൾ എഴുതാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. ഞാൻ ആ പോയം പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണത്. അപ്പോൾ എന്താണ് ഇവിടെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? പോയറ്റ് നേച്ചറിനെ ആസ്വദിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം എന്താണ് അവിടെ ഇരിക്കുന്നു, എന്താണ് വളരെ സന്തോഷം അദ്ദേഹത്തിന് തോന്നി അല്ലേ? ഒരു പ്ലഷർ അദ്ദേഹത്തിന് അവിടെ തോന്നി. എവിടെ ഇരിക്കുന്നത്? മരത്തിൻ്റെ താഴെയാണ് ഇരിക്കുന്നത്. ഹീ എൻജോയ്സ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. അപ്പോൾ അവിടെ ഇരുന്ന് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ആ ഒരു പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാനാണ് അദ്ദേഹം അവിടെ ഇരുന്നത്. അവിടെ വെച്ചാണ് എന്ത് വരുന്നത് അദ്ദേഹത്തിൻ്റെ മൈൻഡിലേക്ക്? ഗുഡ് തോട്ട്സ് ആണ് ബാഡ് തോട്ട്സിനെ കൊണ്ടുവരുന്നത് അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Why does the poet feel sad while reclining in the grove? എന്താണ് ആൻസർ? എന്താണ്? He feels sad when his good thoughts leads him to the miseries of man and that they are doing for each other. അല്ലേ? എന്താണ്? മനുഷ്യന്റെ മിസറീസിനെ പറ്റിയും പറയുന്നു. അതുപോലെ തന്നെ പരസ്പരം അവർ ചെയ്യുന്ന കാര്യങ്ങളും നല്ല കാര്യങ്ങളല്ല, ദോഷകരമായ കാര്യങ്ങൾ. എപ്പോഴായാലും ഓർക്കണം, ഈ പോയം വായിക്കുമ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി ഈ പോയത്തിനുണ്ട്. അപ്പോൾ ആ ഒരു ചിന്തയും കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം എഴുതാൻ. അപ്പം വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്ന് ചോദിക്കുന്നില്ലേ, അതെന്താണ് എന്നുള്ളത് ഫ്രഞ്ച് റെവല്യൂഷൻ്റെയും കൂടി കാര്യം മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ ഇവിടെ ആൻസർ ഒരു പ്രാവശ്യം കൂടി പറയാം. He feels sad when his good thoughts lead him to the miseries of man and that they are doing for each other. അത്രയുമാണ് അവിടുത്തെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. How does the poet associate himself with nature? How does the poet associate himself with nature? ആൻസർ വായിക്കുകയാണ്. Nature is linked with the human soul. നേച്ചർ എന്ന് പറയുന്നത് ഹ്യൂമൻ സോളുമായി ലിങ്ക് ചെയ്ത ഒന്നാണ്. Otherwise we can say our soul or inner state is very much closer to nature. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഇന്നർ സ്റ്റേറ്റ് എപ്പോഴും എന്താണ്? നേച്ചറുമായിട്ട് ക്ലോസ്ഡ് ആണെന്ന് പറയാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. And much it grieved my heart to think what man has made of man. What do these lines convey? എന്താണ് ആ ലൈൻസ് കൺവേ ചെയ്യുന്നത്? Nature is full of pleasure. Like that it always tries to give us pleasure. നേച്ചർ എപ്പോഴും പ്ലഷർ ഉള്ളതാണ്. അതുപോലെ തന്നെ അതെന്ത് ചെയ്യുന്നു? നമ്മൾക്ക് എന്താണ് നേച്ചർ തരാൻ ശ്രമിക്കുന്നത്? പ്ലഷറാണ്. ബട്ട് വി ആർ ഓപ്പോസിറ്റ് ടു ദി നേച്ചർ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. വി ആർ ക്രൂവൽ ടു ദി നേച്ചർ. മെൻ ഡു മിസറീസ് ടു മെൻ. മെൻ പരസ്പരം എന്ത് ചെയ്യുന്നു? പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. വാട്ട് മേക്സ് ദ പോയറ്റ് തിങ്ക് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്സ് ഇറ്റ്സ് എക്സിസ്റ്റൻസ്? എല്ലാ ഫ്ലവറും അതിൻ്റെ എക്സിസ്റ്റൻസ്, നിലനിൽപ്പ് എൻജോയ് ചെയ്യുന്നു എന്ന് പറയാനുണ്ടായ കാരണം? ആൻസർ വായിക്കുകയാണ്. എവറി ഫ്ലവർ ഷോസ് ഗ്രോത്ത് ആൻഡ് ഹാപ്പിനെസ് ലൈക്ക് ദ പ്രിംറോസ് ദാറ്റ് ടഫ്സ് ആൻഡ് ദ പെരിവിങ്കിൾ ട്രെയിലിംഗ് ഇറ്റ്സ് റഗ്സ്. നമ്മൾ പറഞ്ഞതല്ലേ പ്രിംറോസിന്റെ കാര്യവും പെരിവിങ്കിൾ ചെടിയുടെ ഒക്കെ കാര്യം പറഞ്ഞതല്ലേ? അതാണ് ഇവിടെ എഴുതേണ്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എത്രാമത്തെയാണ്? ആറാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് നേച്ചേഴ്സ് ഹോളി പ്ലാൻ? ഹൗ ഡസ് മാൻ വർക്ക് അഗെയിൻസ്റ്റ് ഇറ്റ്? ആൻസർ എന്താണ്? നേച്ചറിന്റെ ഹോളി പ്ലാൻ ഒക്കെ നമ്മൾ പറഞ്ഞതല്ലേ? അതിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ: ദ മിസറീസ് ഓഫ് ഹ്യൂമാനിറ്റി ഈസ് കോസ്ഡ് ബൈ ദ ഹ്യൂമൻ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഹ്യൂമൻ. നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാ? മനുഷ്യന്മാരാ. അതിന്റെ ഫലം അനുഭവിക്കുന്നത് ആരാ? മനുഷ്യന്മാർ തന്നെയാണ്. ഇഫ് ഇറ്റ് ഈസ് ദ വിൽ സെന്റ് ബൈ ദ ഹെവൻ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ലാമെന്റിംഗ് ഓൺ ഇറ്റ്? ഇത് എന്താണ്? സ്വർഗത്തിൽ നിന്നുള്ള ഒരു വിധിയാണ് ഇത് എങ്കിൽ, സ്വർഗത്തിന്റെ ആഗ്രഹം ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ലാമെന്റ് ചെയ്യുന്നത്, വിലപിക്കുന്നത്?
ഡിസ്ട്രോയിങ് ദ നേച്ചർ ഇസ് എ ഡിസ്ട്രക്ഷൻ ഓഫ് ഹ്യൂമാനിറ്റി ഓൾസോ. ഡിസ്ട്രോയിങ് നേച്ചർ എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റിയും കൂടി ഡിസ്ട്രക്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അടുത്തത് എന്താണ്? 7th ക്വസ്റ്റ്യൻ, സജസ്റ്റ് ആൻ ആൾട്ടർനേറ്റീവ് ടൈറ്റിൽ ഫോർ ദ പോയം. ഈ പോയത്തിന് വേറൊരു ടൈറ്റിൽ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കാം. ഈ പോയവുമായിട്ട് ബന്ധം വേണമെന്ന് മാത്രമേ ഉള്ളൂ. നേച്ചർ എന്ന് വേണമെങ്കിൽ നേച്ചർ എന്ന് കൊടുത്തോ. പിന്നെ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്ന് ചോദിക്കുന്നില്ലേ, അത് വേണമെങ്കിൽ എഴുതാം. അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങളൊരെണ്ണം എഴുതിക്കോളാം. ആക്ടിവിറ്റി 1, what man has made of man is one of the most striking expressions in the poem Lines Written in Early Spring. ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ലൈൻ അതാണ്. It describes the feelings of Wordsworth, the poet, and his thoughts about human activities against nature. അദ്ദേഹത്തിന്റെ തോട്ട്സും അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ ആക്ടിവിറ്റീസ്, നേച്ചറിനെതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നില്ലേ, അതിനെ പറ്റിയൊക്കെയാണ് ഈ പോയം. വാട്ട് മെയ്ഡ് ദ പോയറ്റ് തിങ്ക് സോ? എന്തുകൊണ്ടായിരിക്കാം പോയറ്റ് അങ്ങനെ ചിന്തിച്ചത്? വേർഡ്സ്വർത്ത് തോട്ട്സ് അബൌട്ട് ദ ഹ്യൂമൻ വേൾഡ്. അത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 2-3 പോയിന്റ്സ് എഴുതിക്കൂടെ? എന്തൊക്കെ എഴുതാം നമുക്ക്? ഹ്യൂമൻ വേൾഡ് ഈസ് ഫുൾ ഓഫ് മിസറീസ്. ഹ്യൂമൻ വേൾഡ് എന്ന് പറഞ്ഞാൽ മിസറീസ് ഉള്ളതാണ് എന്ന് എഴുതാം. പിന്നെ എൻജോയിങ് ദ നേച്ചേഴ്സ് പ്ലഷർ ഈസ് പ്രിവെന്റഡ് ബൈ ദ ഹ്യൂമൻ. നമ്മൾ നേച്ചറിന്റെ പ്ലഷർ നമ്മൾ എൻജോയ് ചെയ്യുന്നത് ആരാണ് പ്രിവെന്റ് ചെയ്തത്? ഹ്യൂമൻ ആണ് പ്രിവെന്റ് ചെയ്തത്. എവരി ക്രീച്ചർ എൻജോയ്സ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ഇൻ ദെയർ ഓൺ വേസ്. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് അദ്ദേഹം മറ്റുള്ള ജീവികളെയും കൂടെ പറ്റിയൊക്കെ എഴുതുന്നില്ലേ. കിളികളെ പറ്റി എഴുതുന്നുണ്ട്, പിന്നെ എന്താണ് ചെടികൾ പൂക്കളെ പറ്റിയൊക്കെ എഴുതുന്നില്ലേ, അതൊക്കെ അതിനകത്ത് എഴുതാം. പിന്നെ എന്ത് ചിന്തിക്കാം? അദ്ദേഹത്തിന് എന്താണ് ആഗ്രഹം? പ്രകൃതിയെ കൂടുതൽ നമ്മൾ അറിയണമെന്നാണ് ആഗ്രഹം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് എഴുതാം. ഞാനിവിടെ 3 പോയിന്റേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കട്ടെ. അടുത്തത് ആക്ടിവിറ്റി 2 ആണ്. William Wordsworth's poem Lines Written in Early Spring is appealing to the readers because of its poetic devices. അല്ലേ, ഒരുപാട് poetic devices ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കണം. എന്താണ് അപ്രിസിയേഷൻ ചോദിക്കുമ്പോൾ poetic devices നമുക്ക് അതിനകത്ത് എഴുതണം. അതുപോലെ തന്നെ റൈം സ്കീം നോക്കി വെക്കണം. ഇതൊക്കെ നമുക്ക് poetic appreciation സമയത്ത് വേണ്ടുന്നതാണ്. Fill in the boxes with suitable examples from the poem. പോയത്തിൽ നിന്നും എക്സാമ്പിൾസ് എടുത്ത് എഴുതുക. നിങ്ങൾക്ക് കോളം തന്നിട്ടുണ്ട്. അതിൽ ഒരു സൈഡിലെ പെർസോണിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇമേജറി തന്നിട്ടുണ്ട്. വിഷ്വൽ ഇമേജറി മാത്രമല്ല, വേറെ കോളംസ് ഉണ്ട്. അപ്പം എന്തൊക്കെയാണ്? വിഷ്വൽ വേണം, ഓഡിറ്ററി വേണം, പിന്നെ എന്ത് വേണം? നമ്മൾ സ്പർശിച്ചറിയുന്നത്, അതുപോലെ തന്നെ സ്മെല്ല് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് രീതിയില്ലേ, അതെല്ലാം അതിനകത്തുണ്ടെങ്കിൽ എഴുതാം. പിന്നെയുള്ളത് അല്ലിറ്ററേഷൻ ആണ്. അല്ലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ശബ്ദത്തിന്റെ ആ ഒരു എന്താണ് ആവർത്തനം വരുന്നതിനാണ് നമ്മൾ അല്ലിറ്ററേഷൻ എന്ന് പറയുന്നത്. അല്ലിറ്ററേഷൻ ഈസ് ദ യൂസ് ഓഫ് ദ സെയിം കോൺസണന്റ് സൗണ്ട് ആണ്. ശ്രദ്ധിക്കണം, വവൽ സൗണ്ട് അല്ല, കോൺസണന്റ് സൗണ്ട് ആണ്. അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് സ്ട്രെസ്ഡ് സിലബിൾ ഇൻ എ ലൈൻ ഓഫ് വേഴ്സ്. കേട്ടോ, അതാണ് എന്ത് അല്ലിറ്ററേഷൻ എന്ന് പറയുന്നത്. പെർസോണിഫിക്കേഷന്റെ ആൻസർ എന്താണ്? ദ ബഡിങ് ടു സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ ടു ക്യാച്ച് ദ ബ്രീസി എയർ. പിന്നെ എവറി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. ഇഫ് ദിസ് ബിലീവ് ഫ്രം നേച്ചേഴ്സ് ഹോളി പ്ലാൻ. ഇതൊക്കെയാണ് പെർസോണിഫിക്കേഷൻ. ഇമേജറി, വിഷ്വൽ ഇമേജസ് വരുന്നത് ദ ബേർഡ്സ് അറൌണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്. ഓഡിറ്ററി, ഓഡിറ്ററി എന്താണ്? സൗണ്ട് ആണ്, കേൾക്കുന്നതാണ് ഓഡിറ്ററി. ഐ ഹേർഡ് 1000 ബ്ലഡഡ് നോട്ട്സ്. ഞാൻ കേട്ടു എന്ന് പറയുന്നില്ലേ, അതാണ് ഓഡിറ്ററി. പിന്നെ ഓൾഫാക്ടറി, അത് വേണമെങ്കിൽ എഴുതിയാൽ മതി നിങ്ങൾ. അതായത് എന്താണ്? സ്മെല്ല് ചെയ്യുന്നതിനെയാണ് ഓൾഫാക്ടറി എന്ന് പറയുന്നത്. അത് എവരി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. ശ്വസിക്കുന്നതിനെ എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ അത് അറിയുന്നത് ഏതാ? ഓൾഫാക്ടറി എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത്. ഇനി എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് റൈം സ്കീം കണ്ടുപിടിക്കാനാണ് അടുത്ത നിങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത്. റൈം സ്കീം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഈ തന്നിരിക്കുന്ന വേർഡ്സ് എന്ന് പറയുന്നത് ഇതിന് മുൻപ് നിങ്ങളുടെ പോയം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തുള്ള 4 ലൈൻസിന്റെ ലാസ്റ്റ് വേർഡ്സ് ആണ് ഞാൻ തന്നിരിക്കുന്നത്. അതിന് മുൻപ് ഇവിടെയാണ് നിങ്ങളുടെ പോയം തുടങ്ങുന്നത്. എൻഡ് ചെയ്യുന്നത്, ഫസ്റ്റ് ലൈൻ എൻഡ് ചെയ്യുന്നത് നോട്ട്സ്, പിന്നീട് റിക്ലൈൻ, പിന്നെ തോട്ട്സ്, പിന്നീട് മൈൻഡ്. ഇങ്ങനെയാണ് ഓരോ വരികളും എൻഡ് ചെയ്യുന്നത്. മനസ്സിലായി? ഇത് 4 ലൈൻസ് ആണ് ഇത് സജസ്റ്റ് ചെയ്തത്. കേട്ടോ, ഫുള്ളായിട്ട് ഞാൻ എഴുതിയിട്ടില്ല. ഇത് 4 നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഏത് സ്റ്റാൻസ് എടുത്താലും, അതായത് 4 ലൈൻസ് വരുന്ന ഭാഗമില്ലേ, അതിൻ്റെ ഏത് സ്റ്റാൻസ് എടുത്താലും ഇതുപോലെ ലാസ്റ്റിലത്തെ വേർഡ്സ് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പം അതിനകത്ത് നമ്മൾ റൈം സ്കീം എഴുതുമ്പോൾ ABCDEF എന്നുള്ള സ്മോൾ ലെറ്ററിലുള്ള ആൽഫബറ്റ്സ് കൊണ്ടുവേണം ഡിനോട്ട് ചെയ്യാനായിട്ട് ഓരോ സൗണ്ടിനെയും. അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആദ്യം നമ്മൾക്ക് ഏത് സൗണ്ട് കിട്ടുന്നോ അതിനെ നമ്മൾ A എന്നുള്ള ആ ഒരു അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇപ്പം നോട്ട്സ് എൻഡ് ചെയ്ത സൗണ്ട് സൗണ്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് മലയാളത്തിൽ എഴുതുന്നത്. ഇംഗ്ലീഷിൽ ഇങ്ങനെയല്ല. അതിന് നമ്മൾ ഈ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സും അതിൻ്റെ ഫെനറ്റിക് സ്ക്രിപ്റ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം എന്നുള്ള സൗണ്ട് അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പം സിന് നമ്മൾ കൊടുത്തത് A എന്ന് കൊടുത്തു. ഇനി
അടുത്തത് സ് ആണോ? റിക്ലൈൻഡ്. ഡ് ഡ് എന്നുള്ള സൗണ്ട്, ഡ് എന്നുള്ള സൗണ്ട് നമ്മൾ കൊടുത്തു. അപ്പൊ എന്താണ്? സ് അല്ലല്ലോ, ഡ് ആണ്. വേറൊരു സൗണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എ കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത ലെറ്റർ ആയ ബി എന്ന് കൊടുത്തു. അടുത്തത് വേറൊരു സൗണ്ട് ആണെങ്കിൽ സി കൊടുക്കാം. നമുക്ക് നോക്കാം. അടുത്തത് തോട്ട്സ്. ഏതാണ്? സ് എന്ന സൗണ്ടാണ്. ഓൾറെഡി സിന് നമ്മൾ എന്ത് കൊടുത്തിരുന്നു? എ കൊടുത്തിരുന്നു. അപ്പൊ ആ എ തന്നെ ഇവിടെ എഴുതാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഇനി എന്താണ്? മൈൻഡ്. വീണ്ടും ഡ് വന്നു. നോക്കിക്കോണം, ഇവിടെ ഡ് നമ്മൾ കൊടുത്തത് ഏതാണ്? ബി എന്നുള്ള ലെറ്റർ കൊടുത്തു. അപ്പോൾ ആദ്യത്തെ 4 ലൈൻസിൻ്റെ എന്ത് കിട്ടി? നമുക്ക് റൈം സ്കീം നമുക്ക് കിട്ടി. എന്താണ്? എ ബി എ ബി. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് 4 സ്റ്റാൻസയുടെ റൈം സ്കീം. ഇനി നിങ്ങൾക്ക് അടുത്ത ഒരു സ്റ്റാൻസ തരുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കില്ല, ഇതിനകത്തുനിന്ന് വേറെ പുതിയൊരു സൗണ്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ സി ഡി എന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് തന്നെയാണെങ്കിൽ അതേ തന്നെ ഫോളോ ചെയ്ത് പോവാം. ഇവിടെ നിങ്ങളുടെ അടുത്ത വരുന്ന ലൈൻസ് എല്ലാം ഇത് തന്നെയാണ്. അടുത്ത ലൈൻസിൻ്റെ എല്ലാം ആദ്യം സ്, പിന്നെ ഡ്, പിന്നെ സ്, പിന്നെ ഡ്, ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ എ ബി എന്ന് തന്നെയാണ്. അതായത് ഈ പോയത്തിൻ്റെ റൈം സ്കീം ചോദിച്ചാൽ എ ബി തന്നെയാണ് അതിൻ്റെ റൈം സ്കീം. മനസ്സിലായോ? ഇങ്ങനെയാണ് റൈം സ്കീം എഴുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 3. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യത കൂടിയ ക്വസ്റ്റ്യൻ. ഓക്കെ. To her fair works did nature link the human soul that through me ran. These lines speak about man's vital relationship with nature. Discuss and write an appreciation of the poem. കണ്ടോ? എന്താണ്? പൊയറ്റിക് അപ്രീസിയേഷൻ ആണ്. അപ്രീസിയേഷൻ ഓഫ് ദി ലൈൻസ് എന്ന് അല്ല. ഈ 4 ലൈൻസിന്റെ അപ്രീസിയേഷൻ അല്ല നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന, ഓൾ പൊയത്തിന്റെ അപ്രീസിയേഷൻ ആണ്. മനസ്സിലായോ? അപ്പോൾ പൊയത്തിൻ്റെ ഫുൾ സമ്മറി നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ആ പൊയത്തിനകത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, പൊയത്തിനെ മോഡിഫൈ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, ഫിഗർ ഓഫ് സ്പീച്ചുകൾ ചെയ്തിട്ടുണ്ട്, അതിന് റൈം സ്കീം ഉപയോഗിച്ചിട്ടുണ്ട്, സിമിലി ഉണ്ടോ, മെറ്റഫർ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? ഒരു പൊയറ്റിക് അപ്രീസിയേഷൻ എഴുതേണ്ടത്. അപ്രീസിയേഷനൊക്കെ എല്ലാവർക്കും എഴുതാൻ അറിയാമല്ലോ അല്ലേ? എല്ലാവരെയും ക്വസ്റ്റ്യൻ ആണ്. അപ്രീസിയേഷൻ്റെ നോട്ട്സ് വേണം. അപ്രീസിയേഷൻ്റെ നോട്ട് ഇവിടെ തരികയാണ്. വായിച്ച് മനസ്സിലാക്കുക, ഓൺ ലാംഗ്വേജിൽ എഴുതുക. ഈ ടീച്ചർ എപ്പോഴും ഓൺ ലാംഗ്വേജിൽ എഴുതാനാണ് പറയുന്നതെന്ന് ചിന്തിക്കരുത്. കാര്യം എന്ന് വെച്ചാൽ തുടർന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ നിങ്ങളുടെ വാല്യുവേഷൻ അല്ല, സ്ട്രിക്റ്റ് വാല്യുവേഷൻ ആയിരിക്കും നിങ്ങൾക്ക് തുടർന്ന് +2 കഴിഞ്ഞുള്ള ഒരു കാലഘട്ടം വരുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു സബ്ജക്റ്റ് അല്ലെ ഒരു പേപ്പർ ഇംഗ്ലീഷാണ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഡിഗ്രിയൊക്കെ പഠിച്ചിരിക്കുന്ന ചേട്ടന്മാരും ഒക്കെ പേപ്പർ പോയിട്ടുള്ളത് മിക്കവാറും പേർക്കും ഡിഗ്രിക്കാണ്. കാര്യം എന്താണ്? സ്വന്തമായിട്ട് എഴുതാനായിട്ട് അറിയത്തില്ല. ഡിഗ്രിക്ക് ഇതുപോലെ 1-2 പോയവും ഒരു യൂണിറ്റ് വൈസ് അങ്ങനെയൊന്നും അല്ല നിങ്ങൾക്ക് തരുന്നത്. ഒരുപാട് ഏരിയ ഉണ്ട് പഠിക്കാൻ. അപ്പം അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. അതെല്ലാം നമുക്ക് കാണാതെ പഠിച്ച് എഴുതാനായിട്ട് പറ്റത്തില്ല. അപ്പം പാഠത്തിൻ്റെ ഒരു സമ്മറി മാത്രമായിരിക്കും നമ്മൾ പഠിക്കുക. ബാക്കി ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് എഴുതുന്നത് നമ്മുടെ കഴിവാണ്, അതിനനുസരിച്ചാണ് മാർക്ക്. അപ്പോൾ അതുകൊണ്ട് ഓൺ ലാംഗ്വേജിൽ എഴുതി തന്നെ പഠിക്കണം, ഇല്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടും. മനസ്സിലായോ? അപ്പോൾ അപ്രീസിയേഷൻ വായിക്കട്ടെ. Lines written in early spring is a work from one of the ever-shine writers in the romantic period, William Wordsworth. അപ്പോൾ എന്തോ മനസ്സിലായി? ഫസ്റ്റ് ഞാൻ എഴുതിയിരിക്കുന്ന ഒരു പാരഗ്രാഫ് എന്തിനെ പറ്റിയാണ്? പോയറ്റിനെ പറ്റിയും എഴുതിയിരിക്കുന്ന പോയത്തിനെ പറ്റിയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പീരീഡിനെ പറ്റി. അങ്ങനെ വളരെ ചുരുങ്ങിയ കുറച്ച് സെൻറ്റൻസിൽ നമുക്ക് എന്താണ് ആ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കണം. അതിനുശേഷമേ പൊയത്തിനായിട്ട് നമ്മൾ കിടക്കത്തുള്ളൂ. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞത് ഇപ്പോൾ വില്യം വേർഡ്സ്വർത്ത് എന്താണ് റൊമാൻറ്റിക് പീരീഡിലെ ഷൈനിങ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ആയിരുന്നു, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് വേറെ രീതിയിൽ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ആസ് എ നേച്ചർ പോയറ്റ്, അദ്ദേഹം എന്തായിരുന്നു? ഒരു നേച്ചർ പോയറ്റ് ആയിരുന്നു. ആസ് എ നേച്ചർ പോയറ്റ് ഹി ഷോസ് ഹിസ് ലവ് ആൻഡ് കെയറിംഗ് ടുവേർഡ്സ് നേച്ചർ ഇൻ ദിസ് പോയം. അദ്ദേഹം ഈ പോയത്തിനകത്തൂടെ എന്താ? നേച്ചറിനോട് അദ്ദേഹത്തിനുള്ള ലവും കെയറുമാണ് അദ്ദേഹം കാണിക്കുന്നത്. ദി പോയറ്റ് കണ്ടംപ്ലേറ്റ്സ് ദ ചേഞ്ചസ് ദാറ്റ് ദ സൊസൈറ്റി ഹാസ് അണ്ടർഗോൺ ത്രൂ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. എന്താ ആക്ടിവിറ്റീസ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിന്തയിലിരിക്കുമ്പോൾ അദ്ദേഹം എന്താണ് അതിനെപ്പറ്റി ആലോചിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? ഇനി നമ്മൾ പാഠത്തിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് വരികയാണ്. ഹി ഹേർഡ് 1000 blended notes while he reclined underneath a tree. In that sweet mood, pleasant thoughts bring sad thoughts to his mind. കണ്ടോ? നല്ല സ്വീറ്റ് ആയിട്ടിരുന്ന ആ ഒരു മൂഡിലേക്ക് പ്ലസൻറ്റ് തോട്ട്സ് പോയിട്ട് എന്തിനെ കൊണ്ടുവന്നു? ബാഡ് തോട്ട്സിനെ കൊണ്ടുവന്നു. There is a reflection of French Revolution in the poem. ഇതിനകത്ത് എന്തുകൊണ്ട്? ഫ്രഞ്ച് റെവല്യൂഷൻ്റെ റിഫ്ലക്ഷനും ഉണ്ട്. ഇത് വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാനായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ കാര്യം കേട്ടോ, സ്റ്റാർട്ടിങ്ങിലും ഉപയോഗിക്കാം, കൺക്ലൂഡ് ചെയ്യാനും ഉപയോഗിക്കാം.
There he questioned what man has made of man. അവിടെയാണ് അദ്ദേഹം എന്ത് ചോദിക്കുന്നത്, മനുഷ്യൻ എന്താണ് മനുഷ്യനോട് ചെയ്യുന്നത് ചോദിക്കുന്നത്. എന്താണ്? ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ബേസിസ് ആണ് കേട്ടോ. അക്കോർഡിംഗ് ടു ദി പോയറ്റ്, ഈച്ച് ആൻഡ് എവറി ക്രീച്ചർ എൻജോയ്സ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ഇൻ ദെയർ ഓൺ വേസ്. ഓരോ ക്രീച്ചറും അതിൻ്റെതായ രീതിയിൽ എന്തിനെ എൻജോയ് ചെയ്യുന്നു? നേച്ചറിനെ എൻജോയ് ചെയ്യുന്നു. ദ പ്രിം റോസ്, ദ പെരിവിങ്കിൾ, ഓൾ ആർ എൻജോയിങ് ദി നേച്ചർ. ഉണ്ടോ? ആ രണ്ട് ചെടികളുടെ കാര്യം പറഞ്ഞില്ല, അവരെ എൻജോയ് ചെയ്യുന്നു. ദ ലീസ്റ്റ് മോഷൻ ഓഫ് ദ ബേർഡ്സ് അറൗണ്ട് ഹിം സജസ്റ്റ് ദ പ്ലെഷർ ദേ ഫീൽ വൈൽ മിംഗ്ലിംഗ് വിത്ത് നേച്ചർ. ബേർഡ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ബേർഡ്സ് ആ നേച്ചറായിട്ട് മിംഗിൾ ചെയ്യുമ്പോഴത്തേക്കിനും ഉണ്ടാക്കുന്ന പ്ലെഷർ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നില്ലേ, അതാണ് പറയുന്നത്. ദ ബഡ്ഡിംഗ് ട്വിഗ്സ് touch the air to feel the nature. In many ways, the poet tries to explain how they enjoy nature. ഇനി എന്താണ് ബഡ്ഡിംഗ് ട്വിഗ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് he concludes by saying that all the miseries are the holy plan of nature. ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്? ഇതെല്ലാം ഹോളി പ്ലാൻ ആണെങ്കിൽ ഞാൻ എന്തിനാണ് ലാമെന്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നില്ലേ. Then why should he lament on what man has made of man? പിന്നെ എന്തിനാണ് മനുഷ്യനോട് എന്ത് ചെയ്യുന്നു എന്നോർത്ത് വിലപിക്കുന്നത്? അടുത്ത എന്താണ്? ഇതിനകത്ത് ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ ഞാൻ കുറച്ചേ തന്നിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് അതിനകത്തുള്ള മെറ്റഫേഴ്സ്, സിമിലീസ് ഇതൊക്കെ ഉപയോഗിക്കാം. ത്രൂ സിമിലീസ്, മെറ്റഫേഴ്സ് ആൻഡ് അതർ പോയറ്റിക് ഡിവൈസസ്. അത് ഏതൊക്കെയാണെന്ന് അറിയാമെങ്കിൽ അത് കൃത്യമായിട്ട് എഴുതണം. ഞാൻ നേരത്തെ നോട്ട്സിൽ തന്നിട്ടുള്ളതുകൊണ്ടാണ് അതിവിടെ എഴുതാത്തത്. ദ പോയറ്റ് ട്രൈസ് ടു ബ്യൂട്ടിഫൈ ദി പോയം. എന്താ ഒന്നുകൂടെ പറയാം. ത്രൂ സിമിലീസ്, മെറ്റഫേഴ്സ് ആൻഡ് അതർ പോയറ്റിക് ഡിവൈസസ് ദ പോയറ്റ് ട്രൈസ് ടു ബ്യൂട്ടിഫൈ ദി പോയം. ദ പോയം ഫോളോസ് എ പെർഫെക്റ്റ് റൈം സ്കീം, ദാറ്റ് ഈസ് എ ബി എ ബി. പിന്നെയും എ ബി തന്നെയാണ്. ദ പോയം ഈസ് എൻറിച്ച്ഡ് ബൈ അലിട്രേഷൻ. എന്തൊക്കെയാണത്തുണ്ട്? ഇനി അലിട്രേഷൻ ഉണ്ട്, പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്, വിഷ്വൽ, ഓഡിറ്ററി ആൻഡ് അതർ സെൻഷ്വൽ ഇമേജസ്. ഇതൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എഴുതിയങ്ങ് പോയാൽ മതി, പോയറ്റിക് അപ്രിസിയേഷൻ ആവും. കൂടുതൽ പോയിന്റ്സ് കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്തേക്കുക. ഇത്രയും മാത്രം എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ സെൻറ്റൻസുകൾ ഏതൊക്കെ ഭാഗത്താണ്, ആ ലൈൻസ് ഏതൊക്കെയാണ് എന്നുള്ളതും കൂടി നിങ്ങൾ എടുത്ത് എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഇംപ്രഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയാണ് പോയറ്റിക് അപ്രീസിയേഷൻ ഉള്ളത്. ഇനി എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? നെക്സ്റ്റ് ആക്ടിവിറ്റി 4. ആക്ടിവിറ്റി 4 എന്താണ്? ദ പോയം ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് ഹാസ് ഗ്രേറ്റ് റിലവൻസ് ഇൻ ദ പ്രസന്റ് ഡേ വേൾഡ്. ഈ പ്രസന്റ് ഡേ വേൾഡിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രാധാന്യമുള്ള ഒരു പോയമാണ് ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് ഉള്ളത്. ഈവൻ നേച്ചർ ഈസ് ത്രെട്ടൻഡ് ആൻഡ് മെനി സ്പീഷീസ് ആർ ഓൺ ദ വേർജ് ഓഫ് എക്സ്റ്റിൻഷൻ. എന്താണ്? ഭൂമി ഇപ്പം എങ്ങനെയാണ്? ഒരു ഭീതിയിലാണ്. അതുപോലെ തന്നെ ഒരുപാട് ജീവിവർഗങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. റൈറ്റ് എ പോയം ഓൺ നേച്ചർ ആൻഡ് മാൻ. നിങ്ങളടുത്ത് പറയുകയാണ് എന്താണ്? ഒരു കവിത എഴുതുക. മലയാളത്തിലാണോ? ഇംഗ്ലീഷിൽ. ഇൻ ദ ലൈറ്റ് ഓഫ് ദി ഇവൻറ്റ്സ് ഒക്കറിങ് അറൗണ്ട് അസ്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേച്ചറിനെയും മനുഷ്യനെയും കൂട്ടിയിണക്കി എന്തെഴുതുക? കവിത എഴുതുക. എഴുതി എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ വായിക്കട്ടെ. ഓക്കെ, എല്ലാവരും എഴുതണേ. അടുത്ത ക്വസ്റ്റ്യൻ, ലിസൺ ആൻഡ് എൻജോയ്. ഇനി എന്താണ്? നേച്ചർ ഈസ് ട്രീറ്റഡ് ബൈ വേർഡ്സ്വർത്ത് showing its limitless power to impact pleasure and joy. There are many other poets in English who have treated nature in the same manner. Here is a beautiful nature poem written by John Clare. Scan the QR code and listen to the poem, then comment on it. നിങ്ങളത് QR കോഡ് സ്കാൻ ചെയ്തിട്ട് കേട്ടാൽ മതി. അതൊരു പോയം നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ്. ഇനിയുള്ളത് ലാംഗ്വേജ് ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റി 1 എന്താണ്? റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് പങ്ക്ച്വേറ്റ് ദം. പങ്ക്ച്വേഷൻ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാക്കി വെക്കുന്ന ഒരു ഭാഗം, എന്നാൽ ഏറ്റവും എളുപ്പമുള്ള ഭാഗം പങ്ക്ച്വേഷൻ. ക്വസ്റ്റ്യൻസ് വായിക്കട്ടെ. പങ്ക്ച്വേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ തുടങ്ങിയ കാര്യം. ലാസ്റ്റ് നിങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ്. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക്, പിന്നെ എന്താണ് എക്സ്ക്ലമേഷൻ ആണെന്നുണ്ടെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്ക്. ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങളുടെ? ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദി ഹൗസ്. വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല, ചോദ്യമല്ല, ഒന്നുമല്ല, ഒരു അസേർട്ടീവ് സെൻറ്റൻസ് ആണ്. ഞാൻ അതിനു മുൻപേ ഒരു കാര്യം പറയാം. സെൻറ്റൻസുകളെ പറ്റിയിട്ടുള്ള വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. സെൻറ്റൻസിൻ്റെ ക്ലാസ് നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഇവിടെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും. കയറി സെൻറ്റൻസിൻ്റെ ടൈപ്പ് എങ്ങനെയാണ് അത് വരുന്നത് എന്ന് പഠിക്കുക. ഓക്കെ, അതിനുശേഷം നോക്കുക. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പോൾ പറയട്ടെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ട്രീ വാസ് ഓൾഡർ ദാൻ ദി ഹൗസ്. ഇവിടെ തന്നിരിക്കുന്നത് ടി, ഫസ്റ്റിലത്തെ ടി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആയിട്ട് തന്നിരിക്കുന്നു. ടി അങ്ങനെ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ സ്മോൾ ലെറ്ററിൽ നമുക്ക് എഴുതാൻ പറ്റുമോ? പറ്റില്ല. ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതുക.
അപ്പോൾ അത് ടി ക്യാപിറ്റൽ ആക്കുന്നു. ദി ട്രീ വാസ് ഓൾഡർ ദാൻ ദി ഹൗസ്. ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ? ഇല്ല. ഫുൾ സ്റ്റോപ്പ് ഇടുക. അവിടെ അത് കറക്റ്റായി. അടുത്തെന്താണ്? ഐ സോ എ കോബ്ര ആൻഡ് എ മംഗൂസ് ഫൈറ്റിംഗ്. അതും സെയിം തന്നെ സെൻറ്റൻസ് ആണ്. എന്താണ്? ഒരു സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കണം. എന്താ? ഒരു കാര്യം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് തന്നെ പറയുന്നു. കറങ്ങി തിരിച്ചൊന്നും ക്വസ്റ്റ്യൻ ആയിട്ടോ എക്സ്ക്ലമേഷൻ ആയിട്ടോ ഒന്നും അല്ല, സിമ്പിൾ വേയിൽ പറയുകയാണ്. അപ്പം എന്താണ്? ഐ ക്യാപിറ്റൽ ആക്കുക. ഐ സോ എ കോബ്ര ആൻഡ് എ മംഗൂസ് ഫൈറ്റിംഗ് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ്. അടുത്തെന്താണ്? വാട്ട് എ സ്പെക്ടക്കുലർ സൈറ്റ്. എന്താണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എന്താ? എത്ര സ്പെക്ടക്കുലർ ആയിട്ടുള്ള ഒരു കാഴ്ച. എന്താ നമ്മൾ പറയത്തില്ലേ, എത്ര മനോഹരമായ ഒരു പൂവാണത്, എത്ര ഭംഗിയുണ്ട് ഇത് നിന്നെ കാണാൻ എന്നൊക്കെ പറയില്ലേ? അതെന്താണ്? നമ്മുടെ അത്ഭുതമാണ് കാണിക്കുന്നത്. എന്താണ് അത്? നമ്മളുടെ എക്സൈറ്റ്മെന്റ് കാണിക്കണം. അപ്പോൾ ഇത് എന്തൊരു സെന്റൻസ് ആണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അപ്പോൾ എന്താണ്? വാട്ടിൽ സ്റ്റാർട്ട് ചെയ്തു, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വയ്ക്കരുത്. മനസ്സിലായോ? വാട്ട് എ സ്പെക്ടക്കുലർ സൈറ്റ്, എക്സ്ക്ലമേഷൻ മാർക്ക്. വോട്ടിൻ്റെ W ക്യാപിറ്റൽ, അതുപോലെ സൈറ്റ് കഴിഞ്ഞ് എക്സ്ക്ലമേഷൻ മാർക്ക്. അടുത്തെന്താണ്? വിൽ ദ മംഗൂസ് കിൽ ദി സ്നേക്ക്. വിൽ എന്താണ്? വില്ലിൽ സ്റ്റാർട്ട് ചെയ്തു. വിൽ എന്താണ്? ഒരു ഓക്സിലറി വെർബാണ്. ഓക്സിലറി വെർബിൽ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ അത് എന്തായിരിക്കാം? അതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇമ്പറേറ്റീവ് സെന്റൻസ് ആയിരിക്കാം. ഇവിടെ എന്താണ്? വിൽ ദ മംഗൂസ് കിൽ ദി സ്നേക്ക്. ഒരു ചോദ്യമല്ലേ? മംഗൂസ് സ്നേക്കിനെ കൊല്ലുവോ എന്ന് ചോദിക്കുകയാണ് നമ്മളടുത്ത്. അപ്പം എന്ത് വേണം? ക്വസ്റ്റ്യൻ മാർക്ക് വേണം, W ക്യാപിറ്റൽ വേണം. പിന്നെ അത് ചോദിക്കുകയാണ്. വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ചോദ്യം ചോദിക്കുന്ന രീതിയിൽ തന്നെ ഇടാം കേട്ടോ. ക്വസ്റ്റ്യൻ മാർക്കും കൂടി വേണം. അടുത്ത ക്വസ്റ്റ്യൻ എത്രാമത്തെയാണ്? സൺ ഗെറ്റ് ഡൗൺ ഫ്രം ദ ട്രീ. ആരോ പറയുന്ന കാര്യമാണ് അല്ലേ? സൺ എവിടെ നിന്ന് ഇറങ്ങുക? ട്രീയിൽ നിന്ന് ഇറങ്ങുക. സൺ ഗെറ്റ് ഡൗൺ ഫ്രം ദി ട്രീ എന്നുള്ളതിന് നമുക്ക് സണ്ണ് കഴിഞ്ഞ് ഒരു കോമ കൊടുക്കുക, ബാക്കി കാര്യങ്ങൾ എഴുതുക. ഈ കോമാസ് ഇടുക, ഇൻവേർട്ടഡ് കോമാസ് ഇടുക. ഓക്കെ. അടുത്ത എന്താണ്? പ്ലീസ് ആൻസർ മീ. അവിടെയും ഇത് തന്നെയാണ്. പ്ലീസ് ആൻസർ മീ പറഞ്ഞതല്ലേ? അതൊരു ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഇമ്പറേറ്റീവ് ടൈപ്പാണ് കേട്ടോ. പ്ലീസ് ആൻസർ മീ ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക, ഇൻവേർട്ടഡ് കോമാസ് കൊടുക്കുക. അടുത്തെന്താണ്? ഓ വാട്ട് ഹാപ്പി ടൈംസ് ദോസ് ഹാഡ് ബീൻ. ഓ അത്ഭുതം. ഓ കഴിഞ്ഞ് എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കുക. വാട്ട് ഹാപ്പി ടൈംസ് ദോസ് ഹാഡ് ബീൻ കഴിഞ്ഞ് പിന്നെ എന്ത് കൊടുക്കണം? എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കണം. അതുപോലെ ഇൻവേർട്ടഡ് കോമാസും അതിന് വേണം. അടുത്തെന്താണ്? വാട്ട് ഡിഡ് മാൻ ഡു ടു നേച്ചർ. മനുഷ്യൻ എന്താണ് പ്രകൃതിയോട് ചെയ്തത്? ക്വസ്റ്റ്യൻ അല്ലേ, അത്ഭുതമൊന്നും അല്ലല്ലോ, ഒരു ചോദ്യം. അപ്പോൾ എന്താണ്? W ക്യാപിറ്റൽ ആക്കുക, ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. വളരെ സിമ്പിൾ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. അടുത്ത എന്താണ്? ഇനി നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് ബേസ്ഡ് ഓൺ ദി പങ്ക്ച്വേഷൻ മാർക്സ് ഹൗ മെനി സെന്റൻസ് ടൈപ്സ് ക്യാൻ യു ഐഡന്റിഫൈ. പങ്ക്ച്വേഷൻ മാർക്സ് വെച്ച് നിങ്ങൾക്ക് എത്ര തരത്തിലുള്ള സെന്റൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? എത്ര പറ്റും? 4 ടൈപ്പ് സെന്റൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് അസർട്ടീവ് സെന്റൻസ്, സെക്കൻഡ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, ഇമ്പറേറ്റീവ് സെന്റൻസ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഇങ്ങനെ 4 എണ്ണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സെന്റൻസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കയറി കാണുക. ആ ക്ലാസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് വെക്കുക. Are there 2 types of sentences in the above set that ends in full stop? അല്ലേ? ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യുന്ന 2 ടൈപ്പ് ഉണ്ട്. ഇതൊക്കെയാണത് അസർട്ടീവ് സെന്റൻസും ഇമ്പറേറ്റീവ് സെന്റൻസും. അടുത്തെന്താണ്? വാട്ട് ഡിഫറൻസസ് ഡു യു നോട്ടീസ് ബിറ്റ്വീൻ ദീസ് സെന്റൻസസ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയത്? ചിലതിനകത്ത് എന്താണ്? സബ്ജക്റ്റ് ഇല്ലാതുണ്ട്, ചിലതിനകത്ത് ക്വസ്റ്റ്യൻ മാർക്കുണ്ട്, ചിലതിനകത്ത് എക്സ്ക്ലമേഷൻ മാർക്കാണുള്ളത്, ചിലതിനകത്ത് ഫുൾ സ്റ്റോപ്പ് ആണുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പിന്നെ ബേസ്ഡ് ഓൺ യുവർ ഡിസ്കഷൻ ഹൗ മെനി സെന്റൻസ് ടൈപ്സ് ക്യാൻ യു ഐഡന്റിഫൈ. നിങ്ങൾ ഡിസ്കഷനിൽ നിങ്ങൾ എത്ര തരത്തിലുള്ള സെന്റൻസുകൾ മനസ്സിലാക്കി? വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് സെന്റൻസസ് യു ഹാവ് ഐഡന്റിഫൈ. നിങ്ങൾ കണ്ടെത്തിയ സെന്റൻസുകൾ ഏതൊക്കെ ടൈപ്പാണ്? സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അസർട്ടീവ് സെന്റൻസ് ആണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ്. കമാൻഡും റിക്വസ്റ്റും വാണിങ്ങും സജഷനും എല്ലാം പ്രെയറും എല്ലാം വരുന്നത് ഇമ്പരേറ്റീവ് സെന്റൻസിനകത്താണ്. അടുത്തത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് yes or no ക്വസ്റ്റ്യൻസ് ഉണ്ട്, WH ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഒരു ഓക്സിലറി വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് അതുപോലെ ക്വസ്റ്റ്യൻ വേർഡ് ഹൂ, വാട്ട്, വിച്ച്, ഹൂം, ഹൗ എന്നൊക്കെ പറയുന്നില്ലേ. ഹൗ എന്ന് പറയുന്നത് WH അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്കിലും അതും WH ക്വസ്റ്റ്യൻസിനകത്ത് ഉൾപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പം അങ്ങനെ 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള ആ ഒരു വിഭാഗമാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഈ അസർട്ടീവ് സെന്റൻസിന് ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്നൊരു പേര് കൂടി ഉണ്ട്, അത് നിങ്ങൾ ഓർക്കണം. അസർട്ടീവ് സെന്റൻസ് എന്ന് പറഞ്ഞത് ഡിക്ലറേറ്റീവ് സെന്റൻസും കൂടിയാണ്. 2 പേരുണ്ട് കേട്ടോ. അതുപോലെ കമാൻഡ്, റിക്വസ്റ്റ്, വാർണിംഗ്, സജഷൻ ഇമ്പരേറ്റീവ് സെന്റൻസ്, ക്വസ്റ്റ്യൻ വരുന്നത് ഇന്ററോഗേറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേഷൻ വരുന്നത് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഇങ്ങനെ 4 ടൈപ്പാണ് ഉള്ളത്. സ്റ്റേറ്റ്മെന്റ് സെന്റൻസസ് ആർ കോൾഡ്
എന്താണ് assertive sentence or declarative sentence. Sentences that express command, order, request are called imperative sentence. Sentences that ask questions are called interrogative sentence. Sentences that express emotions and feelings are called exclamatory sentence. അടുത്ത എന്താണ്? Now write 2 examples each for the sentence type you have identified. നിങ്ങൾ ഇതിനകത്തുനിന്ന് കണ്ടുപിടിച്ച് എഴുതിയാലും മതി. നിങ്ങൾ ഇവിടെ നിങ്ങൾ കണ്ടില്ലായിരുന്നോ, the tree was older than the house, അങ്ങനെ പറഞ്ഞില്ലേ, അത് അസേർട്ടീവ് ആണ്. അത് വേണമെങ്കിൽ എടുത്തെഴുതാം. I saw a cobra and a mongoose fighting, അതും അസേർട്ടീവ് തന്നെ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ഓൾറെഡി ആൻസർ പറഞ്ഞല്ലേ, അപ്പം അതിന് ഒന്നുകൂടെ പറയണോ? വേണ്ട, അതൊന്നും കൂടി ഒന്ന് കേട്ടാൽ മതി കേട്ടോ. അടുത്ത നിങ്ങളുടെ ആക്ടിവിറ്റി 2 ആണ്. റീഡ് ദി ഫോളോയിങ് സെന്റൻസസ്. I had built a small platform on the tree. നിങ്ങളുടെ ചാപ്റ്റേഴ്സിനകത്തുള്ള സെന്റൻസുകളാണ്. അടുത്ത ഐ വാസ് നോട്ട് അഫ്രൈഡ്, ഏത് ചാപ്റ്ററാ? സ്നേക്ക് ആൻഡ് ദി മിറർ. നേരത്തേത് അഡ്വഞ്ചേഴ്സ് ആയിരുന്നു. പിന്നെ ഗ്രാൻഡ് ഫാദർ ഹാഡ് എ വെരി ബ്യൂട്ടിഫുൾ ഗാർഡൻ, മനസ്സിലായല്ലോ. ദി കമ്പറ്റൻസ് വെർ നോട്ട് അവെയർ ഓഫ് മൈ പ്രസൻസ് ഇൻ ദി ബനിയൻ ട്രീ. അടുത്തത് ഐ ഡോണ്ട് ഗെറ്റ് എനി സ്ലീപ്പ് അറ്റ് ഓൾ. മൈ ഫസ്റ്റ് ഫ്രണ്ട് വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. The house was not electrified. The snake slithered along my shoulder. I was no mere image cut in granite. The snake looked into the mirror and saw its reflection. ഇത്രയും സെന്റൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? കുറച്ച് സെന്റൻസ് പോസിറ്റീവും കുറച്ച് സെന്റൻസ് നെഗറ്റീവുമാണ്. ശ്രദ്ധിച്ചിരുന്നോ? അത് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണ്? Categorize the above sentences into affirmative and negative. Affirmative എന്ന് വെച്ചാൽ പോസിറ്റീവ്, അതുപോലെ നെഗറ്റീവും പോസിറ്റീവ് ആക്കി നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യണം. കംപ്ലീറ്റ് ദി ഫോളോയിങ് ടേബിൾ. നിങ്ങൾക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. വൺ സൈഡിൽ അഫർമേറ്റീവ്, സെക്കൻഡ് സൈഡിൽ നെഗറ്റീവുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അഫർമേറ്റീവ് സെന്റൻസ് അഥവാ പോസിറ്റീവ് സെന്റൻസിനെ അഫർമേറ്റീവിന്റെ കോളത്തിൽ എഴുതുക, നെഗറ്റീവ് സെന്റൻസിനെ നെഗറ്റീവിന്റെ കോളത്തിൽ എഴുതുക. എങ്ങനെ തിരിച്ചറിയാം? ഈ നോ, നോട്ട്, ഹാർഡ്ലി, സ്കേഴ്സ്ലി അങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ഇല്ലേ, സെൽഡം, ഫ്യൂ, ലിറ്റിൽ തുടങ്ങിയ വേർഡ്സ് ഇല്ലേ, അതൊക്കെ ചേർന്ന് വരുന്ന സെന്റൻസ് ആണ് നെഗറ്റീവ് സെന്റൻസ്. അതൊന്നും ഇല്ലാത്ത സെന്റൻസുകൾ പോസിറ്റീവ് സെന്റൻസും ആണ്. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഓൺ ദി ട്രീ. നോക്കിയേ, എന്താണ്? ഞാൻ എന്ത് ചെയ്തു? അർത്ഥം വെച്ചും കൂടി കണ്ടുപിടിച്ചോണം കേട്ടോ. ഞാൻ എന്ത് ചെയ്തു? ട്രീയുടെ അവിടെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തില്ലെന്നല്ലോ, ചെയ്തു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അത് എന്തൊരു സെന്റൻസ് ആണ്? അഫർമേറ്റീവ് ആണ്. നെക്സ്റ്റ് എന്താണ്? ഐ വാസ് നോട്ട് അഫ്രൈഡ്, ഞാൻ പേടിച്ചില്ല. നോട്ട് ഏത് സെന്റൻസ്? നെഗറ്റീവ് സെന്റൻസ്. അടുത്തത് ഗ്രാൻഡ് ഫാദർ ഹാഡ് എ വെരി ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഗ്രാൻഡ് ഫാദറിന് എന്തുണ്ടായിരുന്നു? ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ ഉണ്ടായിരുന്നു എന്നാണല്ലേ, ഇല്ലായിരുന്നു എന്നല്ലല്ലോ. അപ്പൊ അതെന്താണ്? അഫർമേറ്റീവ്. ദി കോമ്പറ്റൻസ് വെർ നോട്ട് അവെയർ ഓഫ് മൈ പ്രസൻസ് ഇൻ ദ ബനിയൻ ട്രീ. കണ്ട, നോട്ട് വന്നിട്ടുണ്ട്. കോമ്പറ്റൻസ്, അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നവർ എൻ്റെ പ്രസൻസ് അറിഞ്ഞു എന്നാണോ? അറിഞ്ഞില്ല. അപ്പൊ അതെന്താണ്? നെഗറ്റീവ് ആണ്. അടുത്തത് എന്താണ്? ഐ ഡോണ്ട് ഗെറ്റ് എനി സ്ലീപ്പ് അറ്റ് ഓൾ. ഞാൻ രാത്രി നന്നായിട്ട് ഉറങ്ങി എന്നാണോ? ഉറങ്ങിയില്ല. ഐ ഡോണ്ട് ഗെറ്റ്, ഡു നോട്ട്, ഡോണ്ട് എന്ന് പറയുമ്പോൾ ഡു നോട്ട് ആണ്. നോട്ട് ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ്? അത് നെഗറ്റീവ് ആണ്. അടുത്തെന്താണ്? മൈ ഫസ്റ്റ് ഫ്രണ്ട് വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. എൻ്റെ ആദ്യ ഫ്രണ്ട് ഒരു സ്മോൾ ഗ്രേ സ്ക്വിറൽ ആയിരുന്നു. അല്ലെന്നാണോ? ആയിരുന്നു എന്നാണ്. അപ്പോൾ അഫർമേറ്റീവ്. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. ഹൗസ് ഇലക്ട്രിഫൈഡ് എന്നാണോ? അല്ല, ഇലക്ട്രിഫൈഡ് അല്ലായിരുന്നു, നോട്ടാണ്. അപ്പോൾ എന്താണ്? നെഗറ്റീവ് സെന്റൻസ്. ദ സ്നേക്ക് സ്ലിതേർഡ് അലോങ് മൈ ഷോൾഡർ. നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല, പോസിറ്റീവ് ആണ്. അപ്പോൾ അഫർമേറ്റീവ്. ഐ വാസ് നോ മിയർ ഇമേജ് കട്ട് ഇൻ ഗ്രാനൈറ്റ്. നോയാണ് വന്നിരിക്കുന്നത്. ഞാൻ എന്തല്ല, ഗ്രാനൈറ്റിലുള്ള ഒരു ഇമേജ് അല്ല ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? നെഗറ്റീവ് ആണ്. ദ സ്നേക്ക് ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ. സ്നേക്ക് എന്ത് ചെയ്യുന്നു? മിററിൽ നോക്കുന്നു, അതിൻ്റെ റിഫ്ലക്ഷൻ കാണുന്നു. രണ്ടും പോസിറ്റീവായിട്ട് പറയുന്നു. അപ്പോൾ അഫർമേറ്റീവ് സെന്റൻസ്. അടുത്ത എന്താണ്? നൗ ലുക്ക് അറ്റ് ദി ഫോളോയിങ് സെന്റൻസസ്. ഗ്രാൻഡ് ഫാദർ ലേർലി സ്മോക്ഡ് എ പൈപ്പ്. എന്താ? പുകവലിക്കുന്ന പൈപ്പാണ് ഉദ്ദേശിക്കുന്നത്. The maid would hardly clean the garden. He could scarcely control his joy. I will seldom pray for you. There are few snakes in the garden. There is little water in the pond. ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ടില്ലേ? ഇതിനകത്ത് കുറേ വേർഡ്സ് ഉണ്ട്. എന്താണ്? റെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ. കണ്ടായിരുന്നോ? ഇതൊക്കെ നെഗറ്റീവ് വേർഡ്സ് ആണ് കേട്ടോ. സെന്റൻസസ് വിച്ച് സ്റ്റേറ്റ് പോസിറ്റീവ് ഫാക്ട്സ് ആർ കോൾഡ് അഫിർ. അത് നമ്മൾ നേരത്തെ പഠിച്ചത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്, ചെയ്തു, ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളത് അഫർമേറ്റീവ് സെന്റൻസ് ആണ്. ചെയ്തിട്ടില്ല, ഞാൻ പോയിട്ടില്ല, ചെയ്യില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് നെഗറ്റീവ്. സെന്റൻസസ് വിച്ച് സ്റ്റേറ്റ് പോസിറ്റീവ് ഫാക്ട്സ് ആർ കോൾഡ് അഫർമേറ്റീവ് ഓർ പോസിറ്റീവ് സെന്റൻസ്. സെന്റൻസസ് ദാറ്റ് എക്സ്പ്രസ് നെഗറ്റീവ് ഐഡിയാസ് ആർ കോൾഡ് നെഗറ്റീവ് സെന്റൻസ്. പാടുണ്ടോ? എളുപ്പമല്ലേ? ഐഡന്റിഫൈ
ദ വേർഡ്സ് ദാറ്റ് മേക്ക് ദ സെന്റൻസസ് നെഗറ്റീവ്. നമ്മൾ കുറേ സെന്റൻസ് ഇപ്പോൾ വായിച്ചില്ലേ, ഏതാണ് സ്കേഴ്സ്ലി, ഹാർഡ്ലി ഒക്കെ വെച്ച് വന്ന അതിനകത്ത് നെഗറ്റീവ് വേർഡ്സ് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി, ഒന്നുകൂടെ പറയാം. റെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ, ഇത്രയുമാണ് അതിനകത്ത് ഉള്ളത്. Rewrite the given sentences into negative sentences using the words you have identified. ഇപ്പൊ നിങ്ങൾ കുറച്ച് വേർഡ്സ് ഐഡന്റിഫൈ ചെയ്തില്ലേ, അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് സെന്റൻസ് തന്നിട്ടുണ്ട്, അതിനെ എന്താക്കി മാറ്റണം? നെഗറ്റീവ് ആക്കി മാറ്റണം. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണ്, നിങ്ങൾ കണ്ടുപിടിച്ച നെഗറ്റീവ് വേർഡ്സ് ഇല്ലേ, അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താക്കി മാറ്റണം? അതിനെ നെഗറ്റീവ് ആക്കി മാറ്റണം. സെന്റൻസസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് സെന്റൻസ് എന്താണ്? മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് റീഡ് ടെക്സ്റ്റ് ബുക്ക് അറ്റ് ഹോം. മിക്കവാറുമുള്ള കുട്ടികളും എന്താണ്, സ്കൂളിൽ വീട്ടിലിരുന്ന് എന്ത് വായിക്കും? ടെക്സ്റ്റ് ബുക്ക് വായിക്കും. അപ്പൊ എന്താ, ശരിയാണോ? അത് യഥാർത്ഥത്തിൽ ശരിയാണോ? അല്ലല്ലേ, മിക്കവാറും പേരും വായിക്കത്തില്ല അല്ലേ? അതുകൊണ്ടല്ല അത് മാറ്റേണ്ടുന്നത്, അത് നെഗറ്റീവ് ആക്കണം നമുക്ക്, അതുകൊണ്ട് നമുക്കത് മാറ്റണം. അടുത്ത എന്താണ്? ദ ബോയ്സ് ഡു ഡെയറിംഗ് ടാസ്ക്, it rains heavily, the students have completed their work, the boys play on the ground, I write letters to my friends. ഇങ്ങനെയുള്ള സെന്റൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് നെഗറ്റീവ് വേർഡ്സ് ചേർത്തിട്ട് അതിനെ നെഗറ്റീവ് ആക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എങ്ങനെ ചെയ്യാം? മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഹാർഡ്ലി റെഡ് ടെക്സ്റ്റ് ബുക്സ് അറ്റ് ഹോം ആക്കുക. രണ്ടാമത്തത് ദ ബോയ്സ് റെയർലി ഡു ഡെയറിംഗ് ടാസ്ക് എന്നാക്കുക. മൂന്നാമത്തത് ഇറ്റ് സ്കേഴ്സ്ലി റെയിൻസ് ഹെവിലി. 4 ദ സ്റ്റുഡൻസ് ഹാവ് സെൽഡം കംപ്ലീറ്റഡ് ദെയർ വർക്ക്. 5 ഫ്യൂ ബോയ്സ് പ്ലേ ഓൺ ദ ഗ്രൗണ്ട്. 6 ഐ റെയർലി റൈറ്റ് ലെറ്റേഴ്സ് ടു മൈ ഫ്രണ്ട്സ്. ഇത്രയും ആക്കി അത് മാറ്റുക. പാടൊന്നുമില്ലല്ലോ, എളുപ്പമല്ലേ? അടുത്ത വായിക്കട്ടെ. റീറൈറ്റ് ദ ഫോളോയിങ് അഫിർമേറ്റീവ് സെന്റൻസസ് ആസ് നെഗറ്റീവ് സെന്റൻസ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, പോസിറ്റീവ് സെന്റൻസിനെ നെഗറ്റീവായിട്ട് മാറ്റുക. അത് തന്നെ പിന്നെയും പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുകയാണ് അല്ലേ? അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ കാണില്ലേ? ഇതുവരെ നമ്മൾ ചെയ്ത നെഗറ്റീവ് ആക്കിയത് എങ്ങനെയാണ്? ചെയ്തു എന്ന് പറഞ്ഞതിനെ ചെയ്തില്ല എന്ന് ആക്കി അല്ലേ? അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആക്കി നമ്മൾ മാറ്റി. ഇപ്പൊ നിങ്ങൾക്ക് പറയുന്നത് എന്താണ്? നിങ്ങൾ അതിനെ നെഗറ്റീവ് സെന്റൻസ് ആക്കി മാറ്റണം, പക്ഷെ അർത്ഥത്തിന് യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും വരാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ എങ്ങനെ മാറ്റും? ഇപ്പൊ സീത ഒരു നല്ല കുട്ടിയാണ് എന്ന് പറയാം. അപ്പൊ അതെന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആക്കുക എന്ന് പറയുമ്പോൾ സീത ഒരു ബാഡ് കുട്ടിയാണ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. എന്ത് വേണം? സീത ഈസ് നോട്ട് എ ഗുഡ് ഗേൾ എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? നോട്ട് എ ഗുഡ് ഗേൾ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വ്യത്യാസം വരുന്നു. സീത ഈസ് എ ഗുഡ് ഗേൾ എന്നുള്ളതിന് സീത ഈസ് നോട്ട് എ ഗുഡ് ഗേൾ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ അർത്ഥം തന്നെ മാറിപ്പോവുക. നമ്മൾ അർത്ഥം വ്യത്യാസം വരുത്താൻ പാടില്ല. പക്ഷേ നെഗറ്റീവ് വേർഡ്സ് യൂസ് ചെയ്യാം, വേർഡ്സിൽ ചേഞ്ച് വരുത്താം. വേർഡ്സിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേഞ്ച് വരുത്താം. എന്നാൽ പിന്നെ ഇത് മൊത്തത്തിൽ മാറ്റിയിട്ട് വേറൊരു നെഗറ്റീവ് സെന്റൻസ് എഴുതാം എന്ന് പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് ഏതെങ്കിലും 1-2 വേർഡ്സ് തിരുത്തിയിട്ട് അർത്ഥം വ്യത്യാസം വരാത്ത രീതിയിൽ നെഗറ്റീവ് ആക്കാം. ഇപ്പൊ നമുക്കൊന്ന് ആക്കി നോക്കാം. സീത ഈസ് എ ഗുഡ് ഗേൾ എന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ ആക്കാം? സീത ഒരു ഗുഡ് ഗേൾ ആണ്, അതായത് അതിന്റെ അർത്ഥം എന്തുവാ? സീത ഒരു ബാഡ് ഗേൾ അല്ലെന്നല്ലേ അതിന്റെ അർത്ഥം? ഗുഡ് ഗേൾ അല്ലെന്നല്ല, ബാഡ് ഗേൾ അല്ലെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സീത ഈസ് നോട്ട് എ ബാഡ് ഗേൾ. മനസ്സിലായോ? അർത്ഥ വ്യത്യാസം വന്നോ? അർത്ഥത്തിന് യാതൊരു വ്യത്യാസം വന്നില്ല, പക്ഷെ നമ്മൾ നെഗറ്റീവ് ആക്കി. ഇങ്ങനെ വേണം അർത്ഥവ്യത്യാസം വരാതെ നെഗറ്റീവ് ആക്കുക എന്ന് പറയുമ്പോൾ. ഇന്ന് കരുതി എല്ലാ സെന്റൻസും ഇങ്ങനെ അല്ല മാറ്റേണ്ടത്. നമ്മളെടുത്ത് അവർ പ്രത്യേകം പറയും പോസിറ്റീവ് സെന്റൻസിനെ നെഗറ്റീവ് ആക്കുക എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ നമുക്ക് നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിച്ച് അങ്ങ് മാറ്റാം. പക്ഷേ ഇവിടെ ബ്രാക്കറ്റിൽ പ്രത്യേകം തരും, എന്താണ്? അർത്ഥത്തിന് വ്യത്യാസം വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? 1-2 എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം കൂടി വായിക്കുകയാണ്. Rewrite the following affirmative sentences as negative sentences without changing their meaning. Meaningil വ്യത്യാസം വരുത്താതെ നെഗറ്റീവ് സെന്റൻസ് ആക്കുക. Note that this might involve replacing a word with its antonym. എന്ത് മനസ്സിലായി? തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് നിന്ന് നിങ്ങൾ നോട്ട് ചേർക്കുന്നതിനോടൊപ്പം വേറെ ഏതെങ്കിലും ഒരു വേർഡിന്റെ എന്തും കൂടി നമുക്ക് എടുക്കാം, ഓപ്പോസിറ്റ് വിപരീതവും കൂടി നമുക്ക് എടുക്കാം. അതിന് ഉദാഹരണമല്ലേ നമ്മളിപ്പോൾ ചെയ്തത്? ഗുഡിന്റെ നേരെ വിപരീതമായ ബാഡ് അല്ലേ നമ്മൾ എടുത്തത്? അങ്ങനെ ഒരു വേർഡിനും കൂടി നമുക്ക് ചേഞ്ച് വരുത്താം. മനസ്സിലായോ? തന്നിരിക്കുന്ന അതിനെ നെഗറ്റീവ് ആക്കുന്നതിനോടൊപ്പം തന്നെ ആ നെഗറ്റീവ് വേർഡ്സ് ചേർക്കുന്നതിനോടൊപ്പം തന്നെ ആ ഏതെങ്കിലും ഒരു വേർഡിന്റെ ഓപ്പോസിറ്റും കൂടി നമുക്ക് എടുക്കാം. എന്തിനാണ്? അർത്ഥം വ്യത്യാസം വരണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റും കൂടി എടുക്കണം. ഗുഡ് എന്ന് പറയുന്നത് നോട്ട് ബാഡ് എന്നല്ലേ? നോട്ട് ഗുഡ് എന്നാവുമ്പോൾ അർത്ഥം വ്യത്യാസം. അപ്പൊ നോട്ട് ബാഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഗുഡ്. അങ്ങനെ മാറ്റി എഴുതുക. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കട്ടെ. ജാക്ക് ഓൾവേസ് എഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്സ്. അപ്പൊ എന്താ? ജാക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ സഹായിക്കുന്നു? ജാക്ക് ഓൾവേസ് എഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്സ്. എപ്പോഴും എന്താണ്?
ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എഗ്രി ചെയ്യാറുണ്ട്. എപ്പോഴും ഫ്രണ്ട്സിനെ സഹായിക്കാൻ റെഡിയാണ് ജാക്ക്. അപ്പൊ എന്താ റെഡി അല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ജാക്ക് നെവർ ഡിസഗ്രീസ്. നെവർ എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡ് ആണ് കേട്ടോ, അത് ഓർക്കുക. നെവർ എന്നുള്ളതും നെഗറ്റീവ് വേർഡ്. അപ്പൊ നെവർ ഡിസഗ്രീസ്, ഒരിക്കലും അവൻ എന്ത് ചെയ്തിട്ടില്ല? ഡിസഗ്രി ചെയ്തിട്ടില്ല. എന്താണ്? കൂട്ടുകാരെ സഹായിക്കാമെന്ന് എപ്പോഴും അവൻ എന്താണ്? എഗ്രി ചെയ്തിട്ടുള്ളൂ, ഒരിക്കൽ പോലും ഡിസഗ്രി ചെയ്തിട്ടില്ല. അർത്ഥത്തിന് വ്യത്യാസം വന്നോ? ഇല്ല. അടുത്ത എന്താണ്? ഹി ഡ്രൈവ്സ് ഹിസ് കാർ വെരി കെയർഫുള്ളി. അയാളുടെ കാറ് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഓടിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഒരിക്കലും അശ്രദ്ധമായി അയാൾ വണ്ടി ഓടിച്ചിട്ടില്ല എന്ന് പറയാം. എങ്ങനെ മാറ്റാം നമുക്കത്? ഹി നെവർ ഡ്രൈവ്സ് ഹിസ് കാർ കെയർലെസ്ലി. വെരി കെയർലെസ്ലി എന്ന് വേണമെങ്കിൽ എഴുതാം, കെയർലെസ്ലി എന്ന് മാത്രം വേണമെങ്കിലും എഴുതാം. എന്താ? കെയർഫുള്ളിയുടെ ഓപ്പോസിറ്റ് ആക്കി വെരി കെയർലെസ്ലി എന്നാക്കി മാറ്റി. പിന്നെ നെവറും കൂടി ചേർത്തു, അപ്പോഴത്തേക്കും നെഗറ്റീവ് ആയി. അടുത്ത എന്താണ്? സ്റ്റെല്ല ഈസ് പ്രെറ്റിയർ ദാൻ മേരി. സ്റ്റെല്ല മേരിയേക്കാൾ പ്രെറ്റിയർ ആണ് എന്ന് പറയുന്നു. അപ്പൊ എന്താ അർത്ഥം? മേരിക്ക് സ്റ്റെല്ലയുടെ അത്രയും എന്തില്ല? പ്രെറ്റിയർ അല്ല. ആര്? മേരി എന്ന് പറഞ്ഞത് സ്റ്റെല്ലയുടെ അത്രയും പ്രെറ്റിയർ അല്ല എന്ന് പറയാം. എങ്ങനെ മാറ്റാം? മേരി ഈസ് നോട്ട് as pretty as സ്റ്റെല്ല. സ്റ്റെല്ലയുടെ അത്രയും പ്രെറ്റി ആരല്ല? മേരി അല്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? They have accepted the invitation for the party. അപ്പൊ അക്സെപ്റ്റിന്റെ ഓപ്പോസിറ്റ് റിജക്റ്റ് അല്ലേ? അപ്പൊ റിജക്റ്റ് വെച്ച് ചിന്തിച്ചേ, അവരെന്ത് ചെയ്തില്ല? റിജക്റ്റ് ചെയ്തില്ല എന്നാക്കുക. അപ്പൊ എന്താ അർത്ഥം? അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ എങ്ങനെ മാറ്റാം? They have not rejected the invitation for the party. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? A fox is cleverer than a jackal. ഫോക്സ് എന്ന് പറയുന്നത് ജക്കാളിനെക്കാളും ക്ലെവറാണ്. എന്താ? കുറുക്കനും ചെന്നായി. അത് എന്താ? തമ്മിൽ ഒരാളാണ് കുറച്ചും കൂടി ക്ലെവർ, ഫോക്സ് ആണ് കുറച്ചും കൂടി ക്ലെവർ. അപ്പൊ ജക്കാൾ എന്തല്ല? ഫോക്സിനോളം ക്ലെവർ അല്ല എന്ന് വരുത്തണം. അപ്പൊ എങ്ങനെ ആവും? ജക്കാൾ ഈസ് നോട്ട് സോ ക്ലെവർ ആസ് എ ഫോക്സ്. അടുത്ത എന്താണ്? ദിസ് ഷോപ്പ് സെൽസ് എക്സ്പെൻസീവ് ആർട്ടിക്കിൾസ്. ദിസ് ഷോപ്പ് സെൽസ് എക്സ്പെൻസീവ് ആർട്ടിക്കിൾസ്. എന്താണ്? വില കൂടിയ ആർട്ടിക്കിൾസ് ആണ് ഇവിടെ വിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താ? ചീപ്പ് ആർട്ടിക്കിൾസ് വിൽക്കാറില്ല, അതല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ എങ്ങനെ മാറ്റാം നമുക്ക്? ദ ഷോപ്പ് ഡസ് നോട്ട് സെൽ ചീപ്പ് ആർട്ടിക്കിൾസ്. അടുത്ത എന്താണ്? ഷീ ഓൾവേസ് കീപ്സ് ഹെർ റൂം ടൈഡി. എപ്പോഴും റൂം വൃത്തിയാക്കിയിടും. എന്താ? ഒരിക്കലും അവള് വൃത്തി കേടാക്കാറില്ല, അതല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ എങ്ങനെ ആക്കാം? ഷീ നെവർ കീപ്സ് ഹെർ ഹോം അൺടൈഡി. അടുത്തത് ഹി ഈസ് പൊളൈറ്റ് ടു എവ്രി വൺ. അവൻ എല്ലാവരുടെ അടുത്തും പൊളൈറ്റ് ആണ്. അപ്പൊ എന്താക്കാം? ഹി ഈസ് നോട്ട് റൂഡ് ടു എനി വൺ. മറ്റുള്ളവരുടെ അടുത്ത് റൂഡ് അല്ല. അടുത്തത് ഹി ഈസ് വെരി ഇൻഡസ്ട്രിയസ്. അപ്പൊ എന്താ? ഹി ഈസ് നോട്ട് ലേസി എന്ന് ആക്കുക. ഇനി വേണമെങ്കിൽ ഒരെണ്ണം കൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാം. എന്താണ്? നേരത്തെ പറഞ്ഞ ഹീസ് എ ഗുഡ് ബോയ് എന്നങ്ങോട്ട് പറഞ്ഞിട്ട് എന്ത് പറയണം? ഹീസ് നോട്ട് എ ബാഡ് ബോയ്. ഉത്തരം ശരിയായില്ലേ? അത്രയും കൂടി എഴുതുക. സെന്റൻസസ് കണ്ടെയ്നിങ് വേർഡ്സ് ലൈക്ക് നെവർ ആർ ട്രീറ്റഡ് ആസ് നെഗറ്റീവ് സെന്റൻസ്. കണ്ടോ? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നെവർ എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. നെവറും കൂടി ചേർത്താൽ ആ സെന്റൻസ് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് വേർഡ് ആണ് നെവർ. ഇത്രയുമാണ് ഇതിനകത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ആക്ടിവിറ്റി 3 ആണ്. ലെറ്റ് us കൺസിഡർ ദ ഫോളോയിങ് സെന്റൻസസ്. ദ ബോയ്സ് ആർ പ്ലേയിങ് ഇൻ ദി ഗ്രൗണ്ട് എന്ന് തന്നിട്ടുണ്ട്. ഇത് ഒരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാനുള്ളതാണ്. എനിക്ക് ഇതിൻ്റെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, ഇതിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് എടുക്കണം, എന്താണ് വേർഡ് പിരമിഡ് പോലെ ചെയ്യാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ക്ലാസ് ആയിട്ട് തന്നെ ഞാൻ ചെയ്തു തരാം. ഇതിൻ്റെ ആൻസർ ഞാനിവിടെ ഓൾറെഡി തരാം. ഒരുപാട് സമയം എടുത്ത് എഴുതി പഠിപ്പിച്ച് തരേണ്ട കാര്യം തന്നെയാണത്. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് ഇതിനൊരു ക്ലാസ് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ റിക്വസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും അത് ചെയ്യും. നിങ്ങൾ നോക്കേണ്ട കാര്യം ദ ബോയ്സ് ആർ പ്ലേയിങ് ഇൻ ദി ഗ്രൗണ്ട്. ഇതിന് 2 പാർട്ടായിട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആ ഒരു സെന്റൻസിനെ എസ് എന്നുള്ളത് സെന്റൻസ് ആക്കി ഓർക്കുക. 2 പാർട്ട് തന്നിട്ടുണ്ട്, നൗൺ ഫ്രേസും പിന്നെന്താണ്? വെർബ് ഫ്രേസും. അതായത് നാമം വരുന്ന ഭാഗവും വെർബ് വരുന്ന ഭാഗവും ക്രിയ വരുന്ന ഭാഗം. ഓക്കെ, അപ്പൊ നൗൺ ഫ്രേസിൽ എന്താ തന്നിരിക്കുന്നത്? ദ ബോയ്സ് എന്ന് മാത്രമല്ല ദി ബോയ്സ്, ബോയ്സിന് മുൻപാണ് അത്. അപ്പോൾ ദിയും കൂടെ നമ്മൾ ചേർക്കണം. ദി ബോയ്സ് എന്നുള്ളത് നൗൺ ഫ്രേസും. അതുപോലെ തന്നെ ആർ പ്ലേയിങ് ഇൻ ദി ഗ്രൗണ്ട്, പ്ലേ എന്നുള്ളതിനോട് ചേർന്നാണ് ആർ വരുന്നത്. ആർ പ്ലേയിങ് ഇൻ ദി ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? വെർബ് ഫ്രേസുമാണ്. ഇനി വ്യത്യാസം വരുന്നത്, ഇനി ദി ബോയ്സിനെ 2 ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ദി എന്ന് പറഞ്ഞ എന്താണ്? ആർട്ടിക്കിൾ ആണ്. ബോയ്സ് എന്നുള്ളത് എന്താണ്? അവിടുത്തെ നൗൺ ആണ്. വേണമെങ്കിൽ ഹെഡ് നൗൺ എന്ന് പറയാം. അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ. പിന്നെ വെർബ് ഫ്രേസ് അതുപോലെ തന്നെ എഴുതിയാൽ മതി.
അതേ കണക്ക് അതേപോലത്തെ ഒരു ഉദാഹരണമാണ് ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ വാസ് ഹെൽപ്ലെസ്. അവിടെ എന്താണ് നൗൺ ഫ്രേസ് വരുന്നത്? ഗ്രാൻഡ് ഫാദർ ആണ് നാമം. അപ്പൊ ഗ്രാൻഡ് ഫാദർ വെച്ച് കട്ട് ചെയ്യുക. അതിന് മുൻപോട്ട് വരുന്നത് എല്ലാം എന്താണ്? നൗൺ ഫ്രേസ് ആണ്. മറ്റേത് വെർബ് ഫ്രേസ്. അപ്പൊ ദി ഓൾഡ് ഗ്രാൻഡ് ഫാദർ എന്നുള്ളതിൽ ദി നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ആർട്ടിക്കിൾ ആണ്. ഓൾഡ് എന്നുള്ളത് തന്നിരിക്കുന്ന എന്തിന്റെ കൂടെ ചേർത്താ? ഗ്രാൻഡ് ഫാദറിന്റെ ക്വാളിറ്റി കാണിക്കാൻ, ഗ്രാൻഡ് ഫാദറിനെ പറ്റി പറയാനായിട്ട് വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചതാണ് ഓൾഡ്. അപ്പോൾ ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു വേർഡാണ്. അപ്പൊ നൗണിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. നിങ്ങളടുത്ത് ഒരു കാര്യം കൂടി പറയാണ്, പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ഇത്. ഇത്രയും പാർട്സ് ഓഫ് സ്പീച്ച് അറിയാമെങ്കിൽ മാത്രമേ ഇത് എഴുതാൻ പറ്റത്തുള്ളൂ. പാർട്സ് ഓഫ് സ്പീച്ചിന്റെ വീഡിയോയുടെ ലിങ്കും കൂടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ തരുന്നുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കണം. മനസ്സിലാവുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് കൂടെ ചെയ്യുക. മനസ്സിലായില്ല, ഏത് ഭാഗമാണ് മനസ്സിലാകാത്തത് എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി കാര്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ എന്താണ്? നൗൺ ഫ്രേസിനെ വീണ്ടും മൂന്നായിട്ട് തിരിച്ചു. ദി എന്നുള്ള ആർട്ടിക്കിൾ, ഓൾഡ് എന്നുള്ളത് ആഡ്ജക്റ്റീവ്, പിന്നെ ഗ്രാൻഡ് ഫാദർ എന്നുള്ളത് ഹെഡ് നൗൺ. അങ്ങനെയാണ് വ്യത്യാസം വരുന്നത്. പിന്നെ വെർബ് അതുപോലെ ഇട്ടിരിക്കുന്നു. ഇനി നിങ്ങളടുത്ത് ഇതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നിരിക്കുകയാണ്. നൗൺ ഫ്രേസിൻ്റെയും അതുപോലെ തന്നെ വെർബ് ഫ്രേസിൻ്റെയും കണ്ടുപിടിക്കണം. നൗൺ ഫ്രേസ് മാത്രം തൽക്കാലം നിങ്ങൾ മാറ്റിയാൽ മതി. ഈ പറഞ്ഞ രീതിയിലാണ് ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ആൻസർ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യുമ്പോൾ അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് ശരിയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. കാര്യം എക്സാമിന് മുൻപ് ചെയ്യും. കാര്യം ഒരുപാട് ക്ലാസ്സിൽ നിന്നുള്ള റിക്വസ്റ്റ് അതിനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ ചാപ്റ്ററിനകത്തുള്ളത്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയത്. ഡൗട്ട്സ് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അഥവാ കുറച്ച് താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷമവും തോന്നരുത്. കാര്യം 5ാം ക്ലാസ് തൊട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സിനും അതുപോലെ 7ാം ക്ലാസ് UPയിലെ 7ാം ക്ലാസ്സിനും സോഷ്യലിൻ്റെ ചാപ്റ്റേഴ്സും കൂടി നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 7ൻ്റെ തന്നെ ഇതുവരെ ചെയ്ത് തുടങ്ങിയിട്ടില്ല, എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളവർ അത്രയും നമുക്ക് സമയം കിട്ടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ഫോണാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഫോണിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ നമുക്ക് ഒരു ദിവസം എടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും വീഡിയോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് കമൻസിന് റിപ്ലൈ കൊടുക്കാനും ചില സമയത്ത് പാടായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഇച്ചിരി താമസം വരുന്നത്. നിങ്ങൾക്ക് ആർക്കും അതിനകത്ത് ഒരു വിഷമവും തോന്നരുത്. എല്ലാവരുടെയും കമൻസിന് നമ്മൾ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്ത് കാര്യമായാലും നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് കമൻറ്റ് ബോക്സിൽ ഇടുക. അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെയൊക്കെ വീഡിയോസ് പ്രത്യേകം പ്ലേലിസ്റ്റ് ആക്കിയാണ് ഇട്ടിരിക്കുന്നത്. പ്ലേലിസ്റ്റ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റിൽ സെലക്ട് ചെയ്യുക. അതിനകത്ത് തന്നെ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ വീഡിയോസും അതുപോലെ ഗ്രാമർ വീഡിയോസും പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട നിങ്ങളുടെ ചാപ്റ്ററിൻ്റെയും അതുപോലെ ഗ്രാമറിൻ്റെ വീഡിയോസും നിങ്ങൾ കയറി കണ്ടാൽ മതിയാകും. മറ്റുള്ള ക്ലാസ്സുകൾ ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ട്, നിങ്ങളുടെ അനിയനോ അനിയത്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി വീഡിയോസ് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കതൊരു ഹെൽപ്പാവും. പിന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു 1-2 വീഡിയോയുടെ ലിങ്ക്, അതായത് ഏതാണ് സെൻറ്റൻസ്, ടൈപ്പ് ഓഫ് സെൻറ്റൻസിൻ്റെയും പിന്നെ ക്വസ്റ്റ്യൻ ടാഗിൻ്റെയും വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കയറി ഇങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതെന്ന് കാണിക്കാം. ഡിസ്ക്രിപ്ഷൻ നമ്മുടെ വീഡിയോ എടുക്കുക. നിങ്ങൾ എടുത്തിരിക്കുന്ന വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ആരോ മാർക്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് കാണാം അതിൽ ബ്ലൂ കളറിൽ വരുന്നതാണ് ലിങ്ക്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് ചെല്ലാൻ പറ്റും. അതിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ആ വീഡിയോയിൽ തന്നെ ചോദിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതുവരെ തന്നെ എല്ലാം നിങ്ങൾ പഠിച്ചിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതും എത്രയും വേഗം പഠിക്കുക. 10ാം ക്ലാസ് വരെയാണ്, ഒട്ടും സമയം പാഴാക്കരുത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഓൾ ദി ബെസ്റ്റ്.